നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു 7 പോയിന്റ്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു 7 പോയിന്റ്സ് അത് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് പ്രകടന പത്രിക കമ്മിറ്റിയിലെ ആളുകൾ 3 പേരാണ് ഉണ്ടായിരുന്നത്. മെയിൻ ആൾ ബെന്നി ബെഹനാൻ MP, പിന്നെ ഡീൻ കുര്യാക്കോസ് MP, പിന്നെ ജെബി മേത്തർ MP. ഈ 3 പേരെയും ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഞാൻ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്ത 7 പോയിന്റ്സ് അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പോയിന്റ് നമ്പർ 1, അയ്യപ്പന്റെ മുതൽ കൊള്ളയടിച്ച ഊപ്പകളെ മാത്രമല്ല സ്രാവുകളെയും അഴിക്കുള്ളിലാക്കും. പോയിന്റ് നമ്പർ 2, പൊതുകടം അതിഭയാനകമായി വർദ്ധിച്ചത് ആസൂത്രിതമായ കൊള്ളകളിലൂടെയാണോ എന്ന് അന്വേഷിക്കുമെന്നും ആണെന്ന് തെളിഞ്ഞാൽ സ്വത്തുക്കൾ കണ്ടുകെട്ടി പിണറായി വിജയനെ അഴിക്കുള്ളിലാക്കും. പോയിന്റ് നമ്പർ 3, PSCയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് LDF സർക്കാർ നടത്തിയ സകല താൽക്കാലിക നിയമനങ്ങളും പിന്നീട് താൽക്കാലിക നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തിയതും പുനഃപരിശോധിക്കും. ആ തസ്തികകളിൽ അർഹതയുള്ളവരെ മാത്രം നിയമിക്കും. പോയിന്റ് നമ്പർ 4, കഴിഞ്ഞ 10 വർഷം കൊണ്ട് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ പിണറായി വിജയൻ വരെയുള്ള സകല നേതാക്കൾക്കുമുണ്ടായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് അന്വേഷിക്കും. പോയിന്റ് നമ്പർ 5, ക്രൂരമായ കസ്റ്റഡി മർദ്ദനങ്ങളും സ്ത്രീ പീഡനം ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ള സകല പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടും. പോയിന്റ് നമ്പർ 6, സംസ്ഥാനത്തുടനീളമുള്ള മറ്റ് ക്ഷേത്രങ്ങളിലും ശബരിമലയിൽ നടന്ന പോലെയുള്ള കൊള്ളകൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. പോയിന്റ് നമ്പർ 7, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷവും ചിലവഴിക്കപ്പെട്ടതെന്ന് അന്വേഷിക്കും. അനധികൃതമായി ചിലവഴിക്കപ്പെട്ട ഓരോ രൂപയും പിണറായി വിജയനിൽ നിന്ന് തന്നെ ഈടാക്കും. ഇതായിരുന്നു ഞാൻ നിർദ്ദേശിച്ച 7 പോയിന്റ്സ്. അത് പ്രത്യേകിച്ച് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെ ഞാൻ പോയി നേരിട്ട് കണ്ടിരുന്നു. നേരിട്ട് കണ്ട് ഈ പോയിന്റ്സ് കാര്യം പറഞ്ഞപ്പം തീർച്ചയായിട്ടും ഇത് ഉൾപ്പെടുത്തേണ്ടതാണ്, എത്രയും പെട്ടെന്ന് ഇത് ഫോർവേഡ് ചെയ്യും. എന്നിട്ട് ബെന്നി ബെഹനാൻ സാറിനെ നേരിട്ട് വിളിച്ച് പറയുകയും ചെയ്തു. എന്നിട്ട് തിരുവഞ്ചൂർ സാർ നിർദ്ദേശം അനുസരിച്ച് ഞാനത് ഫോർവേഡ് ചെയ്തു. എന്നിട്ട് പോലും ഒടുവിൽ ഇത് വന്നപ്പോൾ, പ്രകടന പത്രികയുടെ ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ ഒരു പോയിന്റ് പോലും അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടില്ല. ഞാൻ വിളിച്ച എല്ലാവരും നോക്കട്ടെ, ഇത് തീർച്ചയായിട്ടും ഇത് ഉൾപ്പെടുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പ്രകടന പത്രിക കമ്മിറ്റിയിലെ 3 പേരും അവർ നോക്കട്ടെ എന്നുള്ള രീതിയിൽ അവരൊരിക്കലും ഉറപ്പ് പറഞ്ഞില്ല, നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. പക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ, അത് ഇന്നും ഞാൻ അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ റെസ്പെക്റ്റ് അത് തന്നെയാണ്. കാരണം പുള്ളി ഒരു രീതിയിലുമുള്ള കൺഫ്യൂഷനും ഇല്ലാതെ 100% ഇത് ഉൾപ്പെടുത്തേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് സാറ് പറഞ്ഞത്. പക്ഷേ ആ ഒരു കോൺഫിഡൻസ് മറ്റാരിലും ഞാൻ കണ്ടില്ല. എല്ലാവരും നോക്കട്ടെ, ആട്ടെ പോട്ടെ എന്നുള്ള രീതിയിൽ ഒരു ഡിപ്ലോമാറ്റിക് ലൈനാണ് സ്വീകരിച്ചത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടി. എന്തുകൊണ്ടാണ് ഈ പറയുന്ന 7 പോയിന്റ്സിൽ ഒരെണ്ണം പോലും ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്? അത് വ്യക്തമായിട്ട് ഒന്നുകിൽ ഇവര് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവില്ല, ഈ പറയുന്ന ആളുകൾ, ഞാൻ പറഞ്ഞ 3 പേര്. അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മുകളിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് VD സതീശനെ പോലുള്ള ആളുകൾ, അത് വേണ്ട, അതൊന്നും ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കാണും. കാരണം ഈ കഴിഞ്ഞ ഭരണം കിട്ടിയിട്ടിപ്പോൾ 2 മാസമാകാൻ പോകുന്നു. ഇങ്ങനെ ഞാൻ സംശയിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വാക്ക് പോലും പിണറായി വിജയനെതിരെ, ഈ 10 വർഷം ഈ നാടിനോട് ചെയ്ത ദ്രോഹങ്ങൾക്കെതിരെ, ഈ നാടിനെ ശരിക്കും സർവനാശത്തിന്റെ വക്കിലാണ് പിണറായി വിജയന്റെ ഭരണം കൊണ്ട് എത്തിച്ചത്. എന്നിട്ട് ഭരണം കിട്ടി ഇത്രയും നാളായിട്ട് ഒരു വാക്ക് പിണറായി വിജയനെതിരെ അന്വേഷണം നടക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം നടന്നിട്ടുള്ള സകല കൊള്ളകൾക്കുമെതിരെ അന്വേഷണമുണ്ടാവും. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കും. നമുക്ക് ഒന്നും ഇപ്പം ഇങ്ങനെ നിന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇപ്പം ടെക്നിക്കലി പറയാൻ പറ്റില്ല കൊള്ളകൾ നടന്നിട്ടുണ്ട് എന്ന്. ടെക്നിക്കലി പറയാൻ പറ്റത്തില്ല, പക്ഷേ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാം കൊള്ളകൾ നടന്നിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ 1.5 ലക്ഷം കോടിയായിരുന്ന പൊതുകടം 5 ലക്ഷത്തിൽ എത്തിയത് എങ്ങനെയാണ്? അപ്പോൾ അതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. എങ്ങനെയാണ് അതിന് പിന്നിൽ ആസൂത്രിതമായ കൊള്ളകൾ നടന്നിട്ടുണ്ടെന്ന് ജനങ്ങൾ സംശയിക്കുന്നുണ്ട്. ആ സംശയം മാറ്റേണ്ട ഉത്തരവാദിത്വം UDF സർക്കാരിനാണ്. പക്ഷേ ജനങ്ങളുടെ
ആ ഒരു ആത്മാർത്ഥത പോലും ജനങ്ങൾക്കുള്ള ഒരു ഉത്സാഹം പോലും UDF-ലെ നേതാക്കൾക്കില്ല. ഭരണം കിട്ടി, ഇനി അടുത്ത 5 വർഷം ഇനി എന്ത് നോക്കാനാ? ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ അങ്ങ് പോയി, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. അതൊക്കെ സിമ്പിളായിട്ട് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളോട് ആത്മാർത്ഥതയുണ്ടോ ഈ പറയുന്ന നേതാക്കൾക്ക്?